ഇന്നത്തെ റെസിപ്പിയെ കൊഞ്ചുമാങ്ങ കറിയാണേ. ചോറുണ്ണാൻ ഇതിൻ്റെ ചാറ് മാത്രം മതി എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഉണക്കച്ചെമ്മീനും മാങ്ങയും ചേർത്തുള്ള കറി. ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരു ചേർത്ത് ഇത് ചെയ്തെടുക്കാം. അതുപോലെ മുരിങ്ങയ്ക്ക ചേർത്തും ചെയ്തെടുക്കാം. ഞാൻ ഇത് രണ്ടും ചേർക്കുന്നില്ല, മാങ്ങ മാത്രം ചേർത്തെടുക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇതിനെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഇതിനു വേണ്ടി ഒരു അരപ്പ് അരച്ചെടുക്കാനായിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി വലിപ്പം കൂടുതലുള്ളതാണ്, 3 എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 4 എടുക്കുക. ഇനി എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇതുപോലെ 1 സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതേ സ്പൂണിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1-1.5 സ്പൂണ് ചെമ്മീനൂടെ ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം കഴുകി വാരി എടുത്തിട്ടുണ്ട്. വലുതൊക്കെ കറക്കി എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ വരത്തില്ലേ, അതാണ് ഇതെടുത്തിട്ടുള്ളത്. ഇതിന് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർക്കാം. ഇനി അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം അരച്ചെടുത്തോണ്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ചട്ടി വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ ഒഴിക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂണോളം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. കൂടെ തന്നെ 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ 1 മാങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 1 കപ്പ് കഴുകി നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1 കപ്പോ 1/2 കപ്പോ 1/4 കപ്പോ ഒക്കെ ചേർക്കുക ഈ ഒരളവിന്. ഇതിന് ഒരു കുറച്ച് സെക്കൻഡ് നേരത്തിന് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 25-30 സെക്കൻഡ് മതിയാകും. കൂടെ തന്നെ ആ ഇഞ്ചിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. ഇഞ്ചി ഒത്തിരി മൂത്ത് പോവുകയും വേണ്ട. ഞാൻ ഈ ചേർത്ത ചെമ്മീൻ്റെ അത്രയും ചേർക്കണമെന്നില്ല ഈ ഒരളവിന്. കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല. കാരണം അരപ്പിനകത്ത് കുറച്ച് ചെമ്മീൻ ചേർത്ത് അരയ്ക്കുന്നില്ലേ, അതുകൊണ്ട് ചാറിന് നല്ല ടേസ്റ്റാണ് ചെമ്മീൻ കുറവായാലും. പിന്നെ മാങ്ങ എടുക്കുന്ന സമയത്ത് കുറച്ച് കനത്തിൽ മാങ്ങ അരിഞ്ഞ് ചേർക്കുക. തീരെ അങ്ങ് കനം കുറഞ്ഞ് അരിയണ്ട, വെന്തങ്ങ് ഉടഞ്ഞു പോകും. ഇതായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ആ മിക്സഡ് ജാറിനകത്ത് ഒഴിച്ച് അതുകൂടി ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇത് നല്ലവണ്ണം വെട്ടി തിളച്ചിട്ട് വേണം ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഈ കറി കുറച്ച് കട്ടിക്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. കുറച്ച് ലൂസാക്കിയും ഈ ചാറ് നല്ലതാണ്, കട്ടിക്കെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഉപ്പൊക്കെ പാകമാക്കിയതിന് ശേഷം മൂടി വെച്ച് കുറച്ച് തീ കൂട്ടി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. ഇതുപോലെ നല്ലവണ്ണം വെട്ടി തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തീ കൂട്ടി കൊടുക്കേണ്ട, പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. തീ ഇനി കുറച്ചിട്ട് വേണം ബാക്കി വേവിക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വറുത്ത് പൊടിച്ച ഉലുവായുടെ പൊടി ഒരല്പം ചേർക്കുക. ഇനി തീ കുറച്ചിട്ടുകൊണ്ട് ഒരു 10-12 മിനിറ്റ് നേരത്തോളം കുറഞ്ഞ തീ തന്നെ വെന്ത് വരട്ടെ. ചേർത്ത പൊടികളും മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാങ്ങ വെന്ത് കിട്ടുമായിരിക്കും, പക്ഷേ ആ പൊടിയുടെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. കൂടെ തന്നെ മാങ്ങ പാകത്തിന് ഉടയാതെ തന്നെ വെന്ത് കിട്ടുകയും വേണം. അതുകൊണ്ടാണ് കുറച്ച് കനത്തിൽ അരിഞ്ഞ് ചേർക്കണമെന്ന് പറഞ്ഞത്. അതുമല്ല, മാങ്ങ തൊലിയോടുകൂടി തന്നെ ചേർക്കുവാണെങ്കിൽ പെട്ടെന്നങ്ങ് അലിന്ന് പോകത്തുമില്ല. ഇതിപ്പോൾ ചാർക്ക് കുറച്ച് കുറുകി മാങ്ങ ഉടയാതെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടിയാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടി കുറുകും. എൻ്റെ പാകത്തിനുള്ള ആയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി കറി ലൂസാക്കി വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത്. ഈ സമയത്ത് നല്ലവണ്ണം വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കാം. ഇപ്പം മാങ്ങ ഒട്ടും ഉടയാതെ തന്നെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് താളിക്കാനുണ്ട്. താളിച്ചൂടെ കഴിയുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് ആകുന്നത്. ഞാൻ ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കണം, നാടൻ കറിയല്ലേ. ഇനി താളിക്കാനായിട്ട് കടായി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കൂടെ കുറച്ച് കടുക്, ഒരു 10-20 എണ്ണം ഉലുവയുടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 7-8 ചുവന്നുള്ളിയുടെ ചേർത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കണേ.
ഉള്ളി ഒന്ന് പകുതി വാടിയതിന് ശേഷമാണ് ഞാൻ വറ്റൽമുളക് ചേർക്കാറുള്ളത്. ആദ്യമേ വറ്റൽമുളക് ചേർക്കുകയാണെങ്കിൽ ഈ സമയം ആകുമ്പോഴത്തേനങ്ങ് കരിഞ്ഞു പോകും. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഉള്ളി ഒത്തിരി അങ്ങ് ബ്രൗൺ ആകരുത്, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങുന്നൊരു സമയമുണ്ടല്ലോ, അതുവരെ വഴറ്റിയെടുക്കുക. ഇത്രയും. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരല്പം കാശ്മീരി മുളക് പൊടിയുടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് ഒഴിക്കാം. കടുക് താളിച്ചൊഴിച്ച ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 7-8 മിനിറ്റ് നേരത്തോളം ഒന്ന് മൂടി വയ്ക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതിൻ്റെ ചാറ് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇതൊരു നാടൻ കറിയാണ്, എങ്കിലും പല സ്ഥലങ്ങളിലും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്തെടുക്കാറുണ്ട്. ഇത് സിമ്പിൾ രീതിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.